ഉള്ളതുപോലെ സത്യം മാത്രം പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരച്ചിലോട് കരച്ചിലാന്ന്, വേറെ ആരുമല്ല, നമ്മുടെ കൃഷ്ണകുമാറിന്റെ മക്കളുടെ സാരി ആയാലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർണമെന്റ്സ് ആയാലും ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിക്കെട്ടേണ്ട വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഇവരൊക്കെ പരസ്യം ഇടുമ്പോൾ ഇപ്പോഴും ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അപ്ഡേറ്റ് അല്ല, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിലും പറ്റിക്കാം. പണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം കൊടുത്തു കഴിഞ്ഞാലും 700 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 7000 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വാങ്ങിക്കാൻ ആളുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇവിടെ ചിത്രം വരയ്ക്കുന്ന ഒരു താത്തയില്ലേ, കൃഷ്ണന്റെ ചിത്രം വേറെ എടിയും കിട്ടാതുകൊണ്ടാ? അതൊന്നുമല്ല, ആ താത്ത കൃത്യമായിട്ട് അത് മാർക്കറ്റ് ചെയ്തപ്പോൾ താത്തയുടെ ഒരു ചിത്രത്തിന് 10,000 15,000 കൊടുത്ത് മേടിക്കാൻ ഇവിടെ മന്ദബുദ്ധികളായ കുറച്ച് ആൾക്കാരുണ്ടായി. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മാർക്കറ്റ് ചെയ്യുമ്പം ഇത് ലോകത്ത് കിട്ടാത്ത സാധനമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ 200-നും 300-നും 400-നും കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവർ കൊണ്ടുവന്ന് അത് കുറച്ച് മോഡലൊക്കെ ആയിട്ട് ഇങ്ങനെ പരസ്യമൊക്കെ ചെയ്ത് വിൽക്കുമ്പോൾ 7,000 അതുപോലെ തന്നെ 70,000 ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കുറെ ആൾക്കാർക്ക് പിന്നെ ഇത് പൊങ്ങച്ചം മേടിക്കണം. ചില ആൾക്കാർ പറയുന്നില്ലേ, ഇതാ ഈ ഷർട്ട് കണ്ട, ഇത് 400 രൂപയ്ക്ക് മേടിച്ചു കേട്ടോ ഇന്ന കടയിൽ നിന്ന്, ഇത് ഷർട്ട് കണ്ട, ഇത് 400-ന് മേടിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അഹാനേന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ, ഇത് അഹാനേന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ ബാവൊളിച്ച് നിന്ന് പോകും. കാരണം എൻ്റെ ഈശ്വര, ഈ കെട്ടിപ്പഴയ തുണിക്കാണോ ഇവർ ഇത്രയും പൈസ കൊടുത്തത്? ഈ പഴയ തുണിക്കാണോ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് നമുക്ക് തന്നെ അതിശയം തോന്നും. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബിസിനസ് ട്രിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മലയാളികൾ പല സമയത്തെന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണ്. അല്ലാതെ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും, ശ്രീകൃഷ്ണന്റെ ചിത്രത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും 15,000 10,000 മുടക്കണോ? ഇനി 5,000 എന്ന് പറഞ്ഞാൽ മുടക്കോ? അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ചിത്രം വരച്ച് കൊടുക്കുന്നില്ലേ? ആ പരക്കുന്ന ആൾക്കാരെന്താ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല, അവർക്ക് പരക്കാനേ അറിയുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലൊക്കെ മാർക്കറ്റ് ചെയ്തപ്പോഴേ ആ ചിത്രത്തിന് നല്ല പൈസ കിട്ടി. അതുപോലെ തന്നെയാണ്. അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കിട്ടാതൊന്നുമല്ല. പക്ഷേ അഹാന വിൽക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല സിന്ധു കൃഷ്ണ വിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവരോടുള്ള വിശ്വാസം, അതുപോലെ തന്നെ അവർ വിൽക്കുന്ന സാധനങ്ങളെല്ലാം നല്ലതാണെന്ന് നമ്മൾ ധരിക്കുന്നത്. ഇവിടെയുള്ള ഒരുപാട് അമ്മമാർ അവർ വിൽക്കുന്ന സാധന നല്ലതല്ലേ വിൽക്കുള്ളൂ എന്നുള്ള തരത്തിൽ. ഇവിടെ ഇപ്പോൾ നമ്മൾ വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോക്കില്ലേ, അവിടെ നമ്മൾ എന്താ പറയുന്നത്, അയ്യോ അവരോടുള്ള വിശ്വാസം, അവർ നല്ല തുണികൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്ന് നമുക്കുള്ള വിശ്വാസമാണ്. പക്ഷെ അവർ തുണിയെടുക്കുന്നതും മറ്റവൻ തുണിയെടുക്കുന്നതിൽ ഒരേ മില്ലെന്ന് തന്നെയായിരിക്കും. പക്ഷെ അവരുടെ പേരും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഓരോ വിശ്വാസമുണ്ട്, അവർ പറ്റിക്കത്തില്ല എന്ന്. ആ വിശ്വാസം തന്നെയാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹാന കൃഷ്ണക്കായാലും സിന്ധു കൃഷ്ണക്കായാലും അതുപോലെ ഓർണമെന്റ്സ് വിൽക്കുന്ന ഓസി എന്ന ഓബൈ ആയാലും, അതായത് ദിയാ കൃഷ്ണയുടെ നമുക്കറിയാലോ, ആ 65 ലക്ഷം രൂപ 3 ആൾക്കാർ തട്ടിച്ചു കൊണ്ടുപോയത്. അപ്പോൾ തന്നെ നമുക്ക് സംശയമുണ്ട് ഇതിനൊക്കെ ഇത്രമാത്രം ലാഭം കിട്ടുവാന്ന്. എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബിസിനസ് പരമായിട്ട് ട്രിക്കോട് കൂടിയിട്ട് ഇവർ വിൽക്കുന്നതാണ്. ഇന്ന് അതിന് കോട്ടം തട്ടിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അമ്മൂമ്മയെ പറഞ്ഞതോട് കൂടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, ഈ അമ്മൂമ്മ ഒരിക്കലെങ്കിലും ഇവരെടുത്ത് ലാളിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരിക്കലെങ്കിലും ഈ അമ്മൂമ്മ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ എന്തെങ്കിലും ആഹാരം വെച്ച് കൊടുത്തിട്ടുണ്ടാവൂലേ? ഒരിക്കലെങ്കിലും ഈ അമ്മൂമ്മ സ്നേഹത്തോടു കൂടി ഇവരെ താരാട്ട് പാടിയിട്ടുണ്ടാവൂലേ? ആ അമ്മൂമ്മയെ ഇവരെല്ലാവരും കൂടി പറഞ്ഞപ്പോഴേ കുറേ ആൾക്കാർ പറഞ്ഞു, അതായത് വയസ്സാം കാലത്ത് ചിലരെ തിരുത്താൻ കഴിയില്ല, വയസ്സാം കാലത്ത് ചിലർക്ക് അങ്ങനെയാണ്, വയസ്സാം കാലത്ത് ചിലർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ദൈവത്തിൻ്റെ കോടതിയിലൊന്നും നമ്മളെ വെറുതെ വിടത്തില്ല. അവിടെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ടാകും. അതായത് ആ അമ്മൂമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ, അതായത് അമ്മൂമ്മയെ വേണമെങ്കിൽ മകൾക്ക് എന്തു വേണമെങ്കിലും പറയാം. അതായത് സിന്ധു കൃഷ്ണ അവരുടെ അമ്മയാണ്, അവരെന്തോ പറഞ്ഞോട്ടെ. പക്ഷേ കൊച്ചുമക്കളും കൂടി പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഫാമിലിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ ദിവസവും ഉരുകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവരുടെ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ബിസിനസ് തകർച്ച വന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്ളോഗുകൾ കാണാൻ ആളില്ലാതായി. ഇപ്പോഴും കൃഷ്ണകുമാർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊന്നും ഒരു പൈസയുടെ ഒരു വിലയില്ലാത്തവരായി എന്നുള്ളതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ
ഇവരൊക്കെ പറയുമ്പോഴും ഒക്കെ കേൾക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരം കൊണ്ട് തന്നെ ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ഒരു ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അവരുടെ ബിസിനസ്, എന്ത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും അതിനെതിരെ വരുന്ന കമൻറ്റുകൾ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഓരോ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇന്ന് തേടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ വില ഇത്രയാണ്, ഇത്ര വില കൊടുക്കരുത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കസ്റ്റമർ എന്ന് പറയുന്ന ചില ആൾക്കാർ വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ് നല്ല രീതിയിൽ തകർച്ചയിൽ തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ദിയാ കൃഷ്ണയെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദിയാ കൃഷ്ണയുടെ ആഭരണങ്ങൾക്ക് പഴയതുപോലെ ആഭരണങ്ങൾ വാങ്ങിക്കാൻ പഴയതുപോലെ ആളില്ല, പഴയതുപോലെ ഓർഡർ വരുന്നില്ല. അതുമാത്രവുമല്ല, ഇത്രയും നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോട് കൂടിയിട്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അമ്മായി അമ്മയെ, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നാണം കെടുത്തുന്ന തരത്തിലൊക്കെ സംസാരിച്ച ദിയാ കൃഷ്ണ ഇന്ന് വളരെയധികം വിഷമത്തിൽ തന്നെയാണ്. അവരൊക്കെ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായി ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഇല്ലാതെ, അതായത് അവരെ കസ്റ്റമർ ഒഴിവാക്കി പോയ സ്ഥിതി വരെ ഉണ്ടായി എന്നാണ് ഇപ്പോഴറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് പഴയതുപോലെ കച്ചവടങ്ങളില്ല, പഴയതുപോലെ എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഓടുന്നില്ല, പിന്നെ എന്ന് പറഞ്ഞാൽ പഴയതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഊർജ്ജസ്വലത വരാൻ കഴിയുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മൂമ്മയുടെ ശാപം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് ഏറ്റിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറും ഭാര്യയും തന്നെയാണ്. അതായത് മക്കളോട് പഠിപ്പിക്കാൻ മാത്രം പോരാ മക്കളെ, അതായത് അമ്മ അച്ഛനമ്മമാർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ കൊച്ചുമക്കളായ നിങ്ങളത് ഏറ്റെടുക്കണ്ട. കൊച്ചുമക്കളായ നിങ്ങൾക്ക് ഏറ്റവും, അതായത് നിങ്ങൾ നോക്കിയതും വളർത്തിയതും ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ സ്നേഹ ചുംബനം തന്നതുവരെ അമ്മൂമ്മയായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്താണ്. ഞാൻ പറഞ്ഞല്ലോ, പൈസ മനുഷ്യന്മാരെ അന്ധന്മാരാക്കുവാണെന്ന്. അതാണ്. അതായത് നമുക്ക് ഒരുപാട് പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മതിമറന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന അഹങ്കാരങ്ങൾ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ അഹങ്കാരം നമ്മളെ ആക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് കൃഷ്ണകുമാറിനും ഫാമിലിക്കും അവരുടെ ബിസിനസ്സിനും സംഭവിച്ചത് ഗുരുത്വമില്ലായ്മ, അതുപോലെ തന്നെ അഹങ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജനങ്ങൾ അവരെ കൃത്യമായിട്ടും കൈവിട്ടു എന്നുള്ളതാണ്. ഓണത്തിന് ഒരുപാട് കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കും എന്ന് വിചാരിച്ചവരിന്ന് നിരാശരാണ്. കാരണം ഒരു പരസ്യം പോലും ചെയ്യാൻ കഴിയുന്നില്ല. പരസ്യം ചെയ്യുമ്പോൾ മറ്റുള്ള ജനങ്ങൾ അതെടുത്തു കൊണ്ടുവന്ന് ഈ സാരിക്ക് ഇത്ര വിലയില്ല, ഈ ആഭരണത്തിന് ഇത്ര വിലയില്ല എന്നൊക്കെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴേ അവരുടെ സാധനത്തിൻ്റെ ഡിമാൻഡ് അങ്ങ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആ ഒരു സ്റ്റാർ വാല്യൂ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരോടുള്ള വിശ്വാസം, അങ്ങനെയൊക്കെ കൊണ്ട് അവർക്ക് ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ 15 രൂപയ്ക്ക് ചായ കുടിക്കാം. അതേ ചായ തന്നെ നമുക്ക് മറ്റൊരു ഹോട്ടലിൽ പോയിട്ട് 60 രൂപക്ക് കുടിക്കാം. അതുപോലെ വേറൊരു ഹോട്ടലിൽ പോയിട്ട് 110 രൂപ കൊടുക്കാം, 250 രൂപക്ക് വരെ നമുക്ക് കുടിക്കാൻ പറ്റും. എല്ലാം ഒരേ ചായ തന്നെയാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി വ്യത്യാസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ പഞ്ചസാരക്ക് പകരം വേറെ എന്തെങ്കിലും ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെയാണ്. പക്ഷെ അതെന്താ, ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ വില. അതുപോലെ തന്നെയാണ് ഇവരുടെ സാധനം ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുമ്പോഴേ ഇവരുടെ സ്റ്റാർ വാല്യൂ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ മോഡലിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കണ്ട് ജനങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞാൽ പേര്, അതാണ് ഇവിടെ പോയി കഴിഞ്ഞാലും അവരുടെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് എന്ന് നാലാളോട് പറയാനുള്ള പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് പൈസ മുടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിനധികം പറയുന്നത്, പണ്ടൊരിക്കൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഭാര്യ തന്നെ ഒരു കല്യാണം വന്നപ്പോൾ എനിക്ക് അഹാനയുടെ അവിടെ നിന്ന് തുണിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അത്രത്തോളം ഇവരെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.